ഇന്ന് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളെ ഒരേ വികാരത്തിൽ ഒന്നിപ്പിക്കുന്ന ഈ ഫുട്ബോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ജനിച്ചത്? ഇംഗ്ലണ്ടിലാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മറ്റേതോ നാഗരികതയിലാണോ? ഈ കഥ കേട്ടാൽ ഫുട്ബോളിനെ നിങ്ങൾ ഇനി ഒരിക്കലും പഴയ കണ്ണിലൂടെ കാണില്ല. ഒരു പന്ത്, 2 ഗോൾ പോസ്റ്റുകൾ, 22 കളിക്കാർ. എന്നാൽ ഈ കളിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് 2000-ലേറെ വർഷങ്ങളുടെ ചരിത്രമാണ്. ഫുട്ബോളിന്റെ വേരുകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് പുരാതന ചൈനയിലേക്കാണ്. അവിടെ സൈനികരുടെ പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു ഹുജു എന്ന കളിയിൽ കാലുകൾ മാത്രം കൊണ്ട് ഉപയോഗിച്ച് പന്ത് വലയിലേക്ക് എത്തിക്കേണ്ടതായിരുന്നു. ലോകം കണ്ട ആദ്യകാല ഫുട്ബോളിന്റെ രൂപമായിട്ടായിരുന്നു ഇതിനെ ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. നൂറ്റാണ്ടുകൾ അങ്ങനെ കടന്നുപോയി. മധ്യകാല ഇംഗ്ലണ്ടിൽ ഗ്രാമങ്ങൾ തമ്മിൽ കളിച്ചിരുന്ന മോബ് ഫുട്ബോൾ നിയമങ്ങളൊന്നുമില്ലാത്ത ആവേശവും അക്രമവും നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു. നൂറുകണക്കിന് ആളുകൾ ഒരേ ഒരു പന്തിന് പിന്നാലെ ഓടിയ ആ കാഴ്ചകൾ ഇന്നത്തെ ഫുട്ബോളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. പക്ഷേ 1863-ൽ ചരിത്രം വഴിമാറി. ഇംഗ്ലണ്ടിൽ ആദ്യമായി ഫുട്ബോളിന് വ്യക്തമായ നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അന്നാണ് ആധുനിക ഫുട്ബോൾ ഔദ്യോഗികമായി ജനിച്ചത്. പിന്നീട് ബ്രിട്ടീഷ് നാവികരും വ്യാപാരികളും ഈ കളിയെ ലോകത്തിന്റെ തന്നെ എല്ലാ കോണുകളിലും എത്തിച്ചു. അങ്ങനെ 1930-ൽ ഉറുഗ്വേയിൽ ആദ്യ ഫിഫ ലോകകപ്പ് അരങ്ങേറി. അന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കായികാഘോഷമായി വളർന്നു. ഇന്ന് ഒരു ഫുട്ബോൾ മത്സരം വെറും കളിയല്ല, അത് കോടിക്കണക്കിന് സ്വപ്നങ്ങളുടെ ശബ്ദമാണ്. അത് കണ്ണീരിന്റെയും വിജയത്തിന്റെയും ഭാഷയാണ്. അത് അതിർത്തികളും ഭാഷകളും മതങ്ങളും മറികടന്ന് മനുഷ്യരെ ഒരേ വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഫുട്ബോൾ വെറും ഒരു കളിയല്ലെന്ന് പറയുന്നത്. അത് ലോകം സംസാരിക്കുന്ന ഒരേ ഒരു ഭാഷയാണ്.